ചാമ്പ്യൻസ് ട്രോഫി അപ്പം ഏകദേശം ഒരു കലാശക്കൊട്ടെത്തി. അതെ, 2 സെമി കഴിഞ്ഞു. അപ്പൊ നാളെ നമ്മുടെ ഫൈനല് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച കണക്ക് ഇന്ത്യ ഫൈനലിൽ കയറി. നമ്മളെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞ കണക്ക് തന്നെ ഇന്ത്യയും ന്യൂസിലാൻഡും ഫൈനലിൽ തന്നെ വരികയും ചെയ്തു. അതെ, നമ്മൾ ഏകദേശം നമ്മളെ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞോട്ട് തന്നെ 90% ഏകദേശം നമ്മ പറഞ്ഞോട്ട് തന്നെ വന്നു. ഇന്ത്യ 90% അല്ല 100%. 100% ഇന്ത്യ ന്യൂസിലാൻഡ്. പറഞ്ഞത് ഇന്ത്യൻ നമ്മ ടീമിന് ഏതെങ്കിലും 2 ടീമുകൾ വരുന്നത് അവര് എന്തായാലും ഫൈനലിലേക്ക് എത്തുന്നെന്ന് നമ്മ പറഞ്ഞിരുന്നു. അത് ഏകദേശം തന്നെ വന്നു. ഇന്ത്യ ഒരു സൈഡിലുണ്ടാവും നമുക്ക് ഷുവർ ആയിരുന്നു. പിന്നെ എന്തെങ്കിലും അതെ, ഫസ്റ്റ് കളി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യ എന്തായാലും ഒരു സൈഡ് കാണും. അതെ, ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വിവാദമുണ്ട്. ആ വിവാദം എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് അതൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളുടെ ടീം സ്ട്രെങ്ത് കൊണ്ട് നമ്മൾ കളിച്ചുകൊണ്ട് നമ്മള് തീർച്ചയായിട്ടും. അതെ, team combination ആനുകൂല്യം ഇല്ലാണ്ടാണ് നമ്മൾ മിക്കവാറും എല്ലാ കളിയും അത് ടോസ് എന്നൊരു സംഭവം നമുക്കില്ല. നമുക്ക് കിട്ടിയിട്ടില്ല. ടോസ് എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നേ ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് ഒന്നും അല്ലല്ലോ. അതെ, അവര് നമ്മൾ കളിക്കുന്നത് പിച്ച് അതിന് ഒരേ പിച്ചല്ല കളിച്ചിട്ടുള്ളത്. നമ്മൾ എല്ലാം വ്യത്യസ്ത പിച്ചിലാണ് കളിച്ചിട്ട്. ഗ്രൗണ്ട് സെയിം ആണെങ്കിലും അതിലുള്ള 5 എനിക്ക് 10-12 പിച്ചുണ്ട്. അതിൽ എല്ലാ പിച്ചുകളും വ്യത്യസ്തം കൊടുത്തിരിക്കുന്നത്. ദുബായ് പിച്ച് പൊതുവെ സ്പിന്നിന് അനുകൂലമാണ്. അത് ഇന്ത്യ അതിനനുസരിച്ച് സ്കോർ ഉണ്ടാക്കി നമ്മൾ അതിന് കളിച്ച് കപ്പിന് ഒരു സ്റ്റെപ്പ് അകലത്തേക്ക് നിൽക്കുകയാണ്. അത്ര കപ്പിനും ചുണ്ടിനും ഇടയിൽ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഫസ്റ്റ് സെമി ഇന്ത്യ ഓസ്ട്രേലിയ അത് നമ്മൾ പ്രതീക്ഷ കണക്കല്ല, അത്യാവശ്യം നല്ല കളി തന്നെയായിരുന്നു. നല്ല കളിയായിരുന്നു. നമ്മളൊരു ഏകപക്ഷീയമായ വിജയം പറഞ്ഞു വെച്ചാല് ഓസ്ട്രേലിയക്ക് ബൗളിംഗ് ഇല്ല, ബോളിംഗ് എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾക്ക് എപ്പോഴും ഈ ഓസ്ട്രേലിയയാണ് നമുക്ക് എപ്പോഴും നമ്മളെ കപ്പിനിടയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് കപ്പ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതൊക്കെ ഓസ്ട്രേലിയ തന്നെയാണ്. ഒരു ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഓസ്ട്രേലിയ സെമി ഫൈനൽ കാണാൻ തന്നെ നമുക്ക്. അതെ, ഓസ്ട്രേലിയ സെമിയിൽ ഇന്ത്യക്ക് ഒരു വരുവാ വെച്ചാൽ നമുക്കൊരു ചങ്കിടിപ്പാണ് എല്ലാം. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കാര്യം അവരെ കുറെ പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളൊരു സമാധാനം നമുക്ക് കളിക്ക് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകള് ഒക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പറഞ്ഞാലും ഒരാളുണ്ട് അവിടെ, ട്രാവിസ് ഹെഡ്. നമ്മള് എപ്പം ഇതുവരെ കളി എല്ലാം നോക്കിയാലും ഒറ്റ ഒരു പ്ലെയർ ആണ് നമുക്കെതിരെ നിൽക്കുന്നത്, ട്രാവിസ് ഹെഡ്. അല്ല, ട്രാവിസ് ഹെഡ് മെയിൻ ആയിട്ട് ഒരു അഗ്രഷൻ കാണിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനല്, കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ, ഇതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ട്രാവിസ് ഹെഡിന്റെ ഒരു ഈ കളിയിലും ഏകദേശം ഞാൻ സത്യം പറഞ്ഞ ആദ്യത്തെ 5 ഓവർ പേടിച്ചു. കാര്യം സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ഒട്ടും പുള്ളി തുടങ്ങാത്ത രീതിയിലാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ മെയിൻ പ്രശ്നം അവർ പാകിസ്ഥാനിൽ കളിച്ച ആ പിച്ചിന്റെ സ്പീഡോട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നില്ലായിരുന്നു. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രക്ഷയില്ലാത്ത കളി വന്നു. എല്ലാവർക്കും കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു ഷമി. റിട്ടേൺ ക്യാച്ച് ടഫ് ആണെങ്കിലും അത് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഈസി ക്യാച്ചാ. ബോളർക്ക് ആ ഒരു മൊമെന്റ് പെട്ടെന്ന് കിട്ടും. അതെ, കാര്യം പെട്ടെന്ന് ഒരു ഫോഴ്സ് വരുമ്പോൾ റിയാക്ഷൻ വരുമ്പോഴത്തേക്ക് കണക്ട് ആവുന്നതാണ് സാധാരണ. പ്രായം കൊണ്ടായിരിക്കും ഒരു റിഫ്ലക്സിന്റെ പ്രശ്നമായിരിക്കും. യങ് ബോളാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ റിട്ടേൺ ആ ബോൾ തീരും. പക്ഷെ അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതൊരു എനിക്ക് തോന്നുന്നു അയാളെയും മറ്റേ 2 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. അതേപോലെ അതെ, 2 ക്യാച്ച് അവര് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതും രോഹിത് ശർമ്മ യൂസ് ചെയ്തില്ല. അതെ അതെ അതെ. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി ഹെഡ് അടി തുടങ്ങി. പിന്നെ എത്ര 30 ചില്ലാറുണ്ടല്ലോ ഹെഡ് 40 റൺ എടുത്തിട്ടുണ്ട്. അല്ല, 30 സംതിങ് റണ്ണാ. അതെ, അത് അവിടെയും നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ വരുൺ ചക്രവർത്തി വരുന്നു. അതെ, ഇതുവരെ നമുക്ക് എന്ന് വെച്ചാൽ ട്രാവിസ് നമ്മുടെ കളി കൊണ്ടുപോവാ. പുള്ളിക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ പിന്നെ കളി കൊണ്ടുപോവാ. അപ്പോഴാണ് നമ്മുടെ ഹിറ്റ്മാൻ നമ്മുടെ വരുണാസ്ത്രം എടുത്തു. അതെ, വരുണാസ്ത്രം കൊണ്ട് പുള്ളിയെ പിടിച്ചു. ക്യാച്ചും ഒരു ക്യാച്ചിനെ കുറിച്ച് ചെറിയൊരു അമ്പയർ ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് ടൈം ഹോൾഡ് ചെയ്യണം വാർണിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളി അതല്ല അതന്നെ. പക്ഷെ അമ്പയർ വിളിച്ചു പറഞ്ഞു അത് റൂളാണ്. ഒരു മിനിമം 3 സെക്കൻഡ് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ട്. അത് പിടിക്കുന്നു, ഉടനെ എറിയുന്നു, ഒരു 2 സ്റ്റെപ്പ് വെക്കുന്നുണ്ട്. കാര്യം ക്യാമറ റൊട്ടേഷൻ ഏറ്റവും കൂടുതൽ ആ റിസൾട്ടിന് ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ കാര്യം ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ ഇത്രയും ക്രൂഷ്യൽ ആയ ഒരു മാച്ച്. അപ്പൊ അതുപോലെ മെയിൻ ഒരു വിക്കറ്റ് അങ്ങനെ റിസൾട്ട് ബാധിക്കുന്ന വിക്കറ്റ് ആണ്. അതുകൊണ്ടാണ് ആ സന്തോഷത്തോട് എറിഞ്ഞാളഞ്ഞാണ് ആ ബോൾ പുറത്തേക്ക് ഫുള്ളി കൺട്രോൾഡ് ആണ്. ആ ക്യാച്ചിൽ ഫുള്ളി കൺട്രോൾഡ് ആണ്. നമ്മൾ ആ കമന്റേറ്റേഴ്സ് പറയുന്നത് നമ്മൾ കേട്ടെ, അവര് റിവൈൻഡ് ചെയ്തത് കാണിക്കുന്നുണ്ട് എത്ര സ്റ്റെപ്പ് പുള്ളി വെക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ 2 സ്റ്റെപ്പ്, 3ാമത്തെ സ്റ്റെപ്പിൽ ഓൾമോസ്റ്റ് 3 സ്റ്റെപ്പാണ് അതെടുത്ത് കളയും. അതെ, പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാല് അവര് ഈ സ്മിത്തിന്റെ വിക്കറ്റ് നേരെ മറിച്ച് സ്മിത്ത് ഒരു കുറച്ച് നേരം ഒരു 5 ഓവർ എക്സ്ട്രാ കളിക്കാന്ന് വെച്ചിട്ടുണ്ടല്ലോ, കുറഞ്ഞ 20 റൺ അവർ കയറും. തീർച്ചയായും സ്മിത്ത് വെറുതെ സ്പീഡ് കൂട്ടാൻ നോക്കിയിട്ട് റണ്ണിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നോക്കിയിട്ട് പുള്ളി ഔട്ടായി പോയത്. അതുകൊണ്ട് മാക്സ്വെലിന്റെ വിക്കറ്റ്
മാക്സ്വെൽ എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്ത രീതിയിലാണ് പുള്ളി അത് ബാറ്റ് ചെയ്തത്. 6 അടിച്ചു, തൊട്ടടുത്ത ബോളിൽ ബൗൾഡാ. മാക്സ്വെൽ ഒക്കെ കുറച്ചും കൂടി ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ, അവർക്ക് അത്രയും പ്രതീക്ഷയുള്ള ഒരു പ്ലെയർ. മാക്സ്വെല്ലോ സ്മിത്തോ ഒരു കുറച്ചൊരു 2-3 ഓവർ എക്സ്ട്രാ കളിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ ഒരു 30-40 റൺ കൂടെ എക്സ്ട്രാ വരുന്ന ടഫ് ആവുക. അല്ല അലക്സ് കാരിയാണ് അതിന്റെ ഇടയിൽ കളിച്ച് ഒരു 65 ഇപ്പൊ നല്ല കളി കളിക്കുന്നത്. ഉത്തരവാദിത്തം ഒരു പഴയ മൈക്കൽ ബവന്റെ ഒക്കെ അതില് ശ്രേയസ് ഒരു മറ്റേ ഒരു റൺഔട്ട് ആണ് അതില് അലക്കാരന്റെ വിക്കറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് 2-3 ഓവർ കൂടെ നിൽക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസ്ട്രേലിയ ഒരു 270 റൺ എന്തായാലും പോയാലും ഗ്രൗണ്ടിൽ പിന്നെ ടഫ് അവിടെ ചേസ് ചെയ്തിട്ടില്ല. ഭയങ്കര ടഫാണ് അത്. അല്ല 250-200 റൺ അവിടെ ചേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ബാറ്റ് ജയിച്ചിട്ടുണ്ട്, ചേസ് ചെയ്തിട്ടും കളി ജയിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നമ്മള് പറയുന്ന അന്നൊരു ടോസ് പോയപ്പം മറ്റേ കമന്റർ ചോദിച്ചില്ലേ, രോഹിത് ശർമ്മയോട് ചോദിച്ചത് നിങ്ങള് എന്താണ് പ്രിഫർ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എന്തിനും റെഡിയാണ്, ബാറ്റ് ചെയ്യാനും റെഡിയാണ്, ചേസ് ചെയ്യാനും റെഡിയാണ്. അങ്ങനെ രീതിയിലെ പുള്ളി. പിന്നെ ഇപ്പൊ റീസെന്റ് വന്ന 2 മാച്ചിൽ വെച്ചാൽ നമ്മുടെ ഓപ്പണേഴ്സിന്റെ ഫോം ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. ശുഭ്മൻ ഗില്ലിന്റെ കളി വരുന്നില്ല. ലാസ്റ്റ് 2 മാച്ചിലും വന്നിട്ടില്ല. അതെ, രോഹിത് നമുക്ക് ഇത്ര ഒരു ബാറ്റിംഗ് ലൈനെ പൊള്ളായതുകൊണ്ടാണ് നമുക്കത് അത്ര. അതെ, ഡെത്ത് ഉണ്ടല്ലോ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാലും ശ്രേയസ് അയ്യറും നമ്മുടെ വിരാട് കോഹ്ലി ഒക്കെ എന്ന് വെച്ചാൽ ലാസ്റ്റ് കളി കളിച്ച അടിപൊളി കളിയാണ്. അതായത് ബൗണ്ടറീസ് മാത്രമേ ഉള്ളൂ കോഹ്ലിയുടെ ഇന്നിങ്സിൽ. പക്ഷെ കളിക്കുന്ന കളി റൊട്ടേഷൻ ഇവർ രണ്ടുപേരും വിക്കറ്റ് പോവുകയാണെങ്കിൽ, ആദ്യത്തെ വിക്കറ്റ് പെട്ടെന്ന് പോവാന്നുണ്ടെങ്കിൽ ഇവര് കളിക്കുന്ന കളിയുണ്ട്. ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും കൂടെ കളി കളിക്കുക. അതായത് സിംഗിൾസ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തൊന്നും ഡോട്ട് ആവാതെ റണ്ണും വരുന്നുണ്ട്. എല്ലാവരും മറ്റേ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ബൗണ്ടറീസും വരുന്നുണ്ട്. ആ രീതിയിലാണ് കോഹ്ലിയുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്വം അതുപോലെ ആ ഒരു എക്സ്പീരിയൻസും നമുക്ക് ആ കളിയിൽ ആ കളി കളിച്ച ഒറ്റ ഒരു മോശം ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ടിൽ പുള്ളി ഔട്ടാണ്. ആ മറ്റേ സാമ്പയ്ക്ക് ആ ഷോട്ട് അത് പുള്ളി ബാക്കി എല്ലാവരും 20 റൺ ഇപ്പുറത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. രാഹുൽ പുള്ളിയെടുത്ത് ചോദിക്കുകയും പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ആ ഓവറിൽ തന്നെ രാഹുൽ ഒരു 6 അടിച്ചു. അതിന് ഇപ്പോഴത്തെ ഓവറിലും 4 അടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സാമ്പയ്ക്ക് അപ്പോഴത്തേക്ക് പുള്ളി വിക്കറ്റായി രാഹുൽ ചോദിക്കുന്നുണ്ട്, ഞാൻ കളിക്കുന്നുണ്ടല്ലോ, ഞാൻ ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെയും വേണം പുള്ളിക്ക് നൈസായിട്ട് സെഞ്ചുറി അടിക്കാൻ. സിമ്പിൾ ആയിട്ട് സെഞ്ചുറി അടിക്കേണ്ട കളിയായിരുന്നു. സെഞ്ചുറിക്ക് അർഹനാണ്. ഇത്രയും സ്റ്റാമിനുള്ള പ്ലെയർ നമുക്കുണ്ട് ഇത്രയും പ്രായത്തിൽ. പുള്ളി അത് കീപ്പ് ചെയ്യുന്നത് വല്ലാത്തൊരു സ്റ്റാമിന കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു നടക്കുന്ന ബൗണ്ടറി വെച്ച് തന്നെ ബാക്കി ഒക്കെ ഓടിയെടുത്ത റണ്ണുകളാണ്. സിംഗിളും ഡബിളും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു കഴിവ് തന്നെയാണ്. സ്ട്രൈക്ക് റൊട്ടേഷൻ വരുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാ കളികളിലും കാണുന്നത്, നമ്മൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് നമ്മൾ കളിക്കുമ്പോൾ എല്ലാ ക്രിക്കറ്റ് കളി മാറണമെങ്കിൽ സ്കോർ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ചിന്ത ബൗണ്ടറീസ് ഒന്നും വേണമെന്നില്ല. പിന്നെ ഒരു അടുത്ത സെമി വരുന്നത് നമ്മളിപ്പോ ദക്ഷിണാഫ്രിക്കയും. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളാണ് മറ്റേ ഇവരുടെ ഈ ബാറ്റിംഗ്, ഇവരുടെ ബോളിംഗ് ലൈനപ്പിന്റെ ഇൻഎക്സ്പീരിയൻസ് നമുക്ക് വരുന്നത്. നേരെ മറിച്ച് അവിടെ കമിൻസോ സ്റ്റാർക്കോ ഹേസിൽവുഡോ ഉണ്ടായി കളി മാറും. ഗ്രൗണ്ട് ഇതായിരുന്നു പറയാൻ പറ്റത്തില്ല. ഗ്രൗണ്ട് കുറച്ചുകൂടെ വിക്കറ്റ്സ് എടുക്കും ഉറപ്പാണ്. എന്താ പറയാ, അവരുടെ സ്പിൻ ബോളേഴ്സിനെക്കാട്ടിലും നന്നായിട്ട് ബോൾ ചെയ്ത എല്ലീസ് നല്ല പേസ് ബോളറാണ് ബോൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു സ്പിന്നേഴ്സിനെക്കാട്ടിലും ഒന്നുകൂടെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വിക്കറ്റ് മറിക്കുമെന്ന് എനിക്ക് തോന്നിയത് ഇവനാ, എല്ലീസാണ്. അപ്പൊ ഇതേ കുറിച്ച് ഒരു പേസ് ബോളർ ഉണ്ടായിരുന്നെങ്കിൽ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും അവര് ഈ ഹേസൽവുഡ്, ഇവൻ സ്റ്റാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കമിൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. അതെ, കമന്റ്സിന്റെ കമന്റ് അതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഇന്ത്യക്ക് അനുകൂലമാണ് പിച്ച് എന്നുള്ള കമന്റ് കണ്ടിട്ട് അവർക്ക് ഏകദേശം അറിയായിരുന്നു. ഇന്ത്യ ഇത്രയും ഡെപ്ത് ഉള്ള ഒരു ടീം, ഇത്രയും നല്ലൊരു ടീം, ആ ടീം കാണുമ്പോഴേ അവർക്ക് ഷുവറായിട്ടും ഒരു 70% ഇന്ത്യ ജയിച്ച് എന്നുള്ള രീതിയിലായിരിക്കും ഇവര് കളിക്കാൻ വരുന്നത് തന്നെ. സ്വാഭാവികമായിട്ട് ഇവർ അത് പറയും. പിന്നെ നമ്മൾ സെക്കൻഡ് സെമിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും കൂടിയിട്ടുള്ളത്. അവിടെ പിന്നെ ടോസിൽ കളി പോയി എന്ന് തന്നെ പറയാം. ടോസിൽ കളി പോയി എന്നല്ല, ആ കളിയിൽ ഈ ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് ഒരു പകുതി ആയപ്പോ തന്നെ സൗത്ത് ആഫ്രിക്ക കളി വിട്ടു. എനർജി ഇല്ല, ഒരു അവരുടെ ബോഡി സെമിഫൈനൽ കാണുന്നതിന്റെ യാതൊരു ഉണ്ടായിരുന്നില്ല. കാരണം അതിന് തക്കൊരു ഒന്നാമത് ആ പിച്ചിന്റെ ബാറ്റിംഗിന്റെ അത്രയ്ക്ക് സപ്പോർട്ടുള്ള പിച്ചാണ്. അവരെ തിരിച്ചൊരു ഒരു ഫൈറ്റ് കൊടുക്കാൻ സെഞ്ചുറി അടിച്ചു, മറ്റേ രവീന്ദ്രൻ സെഞ്ചുറി അടിച്ചു, രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. അതെ, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ഇപ്പൊ എന്ന് വെച്ചാൽ ആ കളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കന്റെ ഒരു എന്താ പറയാ, അല്ല അവര് തന്നെ സൗത്ത് ആഫ്രിക്കന്റെ ഒരു അപ്രോച്ചാണ് ഉദ്ദേശിച്ചത് ആ മാച്ചില്. ഒരു
എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അവരെ അങ്ങോട്ട് ഒരു പുഷ് ചെയ്യാനോ വിക്കറ്റ് മറിക്കാനോ അതിനൊക്കെ ഒരു ശരി, ഗെയിം ശരി. പ്ലാൻ ഉണ്ടാക്കാനോ വില്യംസിനും ശ്രമിക്കുന്നില്ല. അവരോട് ഈസി ആയിട്ട് ബാറ്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ അവർക്ക് ജയിക്കണം എന്നുള്ളൊരു പ്രതീതി എവിടെ ഒരു കളി വിട്ട് വില്യംസനൊക്കെ അറ്റാക്കിംഗ് മൂഡ് എപ്പോഴും വന്നിട്ടില്ല അവരെ. വില്യംസനൊക്കെ ആ ബോൾ യൂസ് ചെയ്ത് കളിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. നമ്മൾ വിരാട് കോഹ്ലി എങ്ങനെയാണോ അതുകൊണ്ടാണ് വില്യംസൺ വളരെ കൂളായിട്ട് പുള്ളി കളിക്കുന്നത്. വില്യംസിനും അതെ പിന്നെ പറയാനില്ല. ആരും ഈ 2 സെഞ്ചുറിയാണ് ഈ എന്താ പുള്ളിക്കാരൻ വേറെ കളിയൊന്നും കളിക്കുന്നില്ല. ആ. ICC ടൂർണമെന്റ് മാത്രമേ പുള്ളി കളിക്കുള്ളൂ. 15 അത് ഓവറിൽ പ്രത്യേകിച്ച് പുള്ളി 50 ടോപ്പ് സ്കോർ ഓവർ രവീന്ദ്രനാണ് ടോപ്പ് സ്കോർ അല്ലല്ല. അല്ലല്ലേ? അല്ല 2 സെഞ്ചുറി പാള് പേരിലുണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. ടോപ്പ് സ്കോർ അവനല്ല. അല്ലല്ലേ? ഞാൻ അവസാനം അവൻ സെഞ്ചുറിക്ക് അടുത്ത് നിൽക്കുമ്പോഴും അവൻ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്താണ് പുള്ളി നോക്കിയപ്പോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ അതില് വന്നാ പിന്നെ ആരാണ് ഒരു സെഞ്ചുറി കൂടെ ഉണ്ടായിരുന്നല്ലോ ലാസ്റ്റ് ദക്ഷിണാഫ്രിക്കയിലെ പ്ലെയർ സെഞ്ചുറി അടിച്ചിരുന്നില്ലേ? അത് മില്ലർ അടിച്ചത് അത് പിന്നെ ലാസ്റ്റ് കളിയെല്ലാം പോയിട്ട് പിന്നെ പുള്ളി- അവര് വിട്ടുകൊടുത്ത സെഞ്ചുറി ഇടുന്നോണ്ട് വലിയ അത് കളി എന്ന് വെച്ചാൽ പ്രത്യേകത ഒന്നാമത്തെ കാര്യം അവരുടെ ആള് കളി വന്നില്ല. കളി വന്നില്ല. മില്ലറിന്റെ കളിയും മില്ലർ എത്ര 50 അടിച്ച എത്ര 46 ബോളിലാണ് കണ്ട 50 എടുത്തതുകൊണ്ട് പിന്നെ അവരുടെ മിഡിൽ ഓർഡറിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. മിഡിൽ ഓർഡറിന് കളി വന്നു. ക്ലാസ്സിനൊന്നും കളിച്ചില്ല. നേരെ വെച്ച് ക്ലാസ്സും കുറച്ചും പിടിച്ചത് കളിച്ചാറുണ്ടായാലും കളി മാറും. കാര്യം അവര് തോക്കുന്നത് ഒരുപാട് ഭയങ്കര എത്ര അവർ ആദ്യം തന്നെ റിസൾട്ട് വെച്ചിട്ടാണ് കളിച്ചത്. അവര് കളി പോയി എന്ന രീതിയിൽ. നേരെ വെച്ച് ക്ലാസ്സിനും മില്ലറും കൂടെ ലാസ്റ്റ് മനോട്ടം പറഞ്ഞ പോലെ ഇവര് ഒരു പകുതി ആയപ്പോഴും ഫസ്റ്റ് ബാറ്റിംഗ് ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് കളി തോറ്റെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. കാണുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ അവരെങ്ങനെയാ നിൽക്കുന്ന ഈ കളി എന്നൊക്കെ. ഒരു താല്പര്യം എങ്ങനെയും കളിച്ച് തീർക്കുക എന്നുള്ള. പക്ഷെ അതുകൊണ്ട് ഇപ്പം നടക്കാൻ പോകുന്നത് നല്ലൊരു മത്സരം കാണാം. നല്ല ഫൈനലായിരിക്കും. നേരെ മറിച്ച് സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് ഒരിക്കലും ടഫായിട്ട് വരും തോന്നുന്നില്ല. സിമ്പിൾ ആയിരുന്നു കൂടെ. ഇപ്പം ഇവര് ഓൾറെഡി ലീഗിൽ മാച്ചിൽ ന്യൂസിലൻഡ് തോറ്റെന്നുള്ള കാര്യം നോക്കണ്ട. നമുക്കെതിരെ ഇന്ത്യക്ക് അന്ന് രവീന്ദ്ര കളിച്ചിട്ടില്ല. ഇന്ത്യയും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല മത്സരമായിരിക്കും. സൂപ്പർ നല്ല മത്സരം. മത്സരമായിരിക്കും. അത് മാത്രല്ല ഇതിനു മുമ്പുള്ള ICC ചാമ്പ്യൻഷിപ്പ് ട്രോഫി ആയ ഒരു ഫൈനൽ വന്നിട്ടും ന്യൂസിലൻഡ് ഇന്ത്യൻ അടിച്ചിട്ടാണ് കപ്പ് എടുത്തിട്ടുള്ളത് 2000-ല്. അത് അതുപോലെ തന്നെ റെക്കോർഡ്സ് നോക്കുമ്പോൾ എന്താ പറയാ, ഈ ICC ടൂർ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ചിട്ടുള്ള ടീമുകളാണ്. സെമി ഫൈനലിൽ കളിച്ച ടീമുകൾ ഇന്ത്യയും ന്യൂസിലാൻഡുമാണ്. അത് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഇന്ത്യയാണ്. ഇവരാണെങ്കിൽ വന്നേക്കുന്നത് ഒരു 7 അങ്ങോട്ട് ഈ അടുത്ത റീസെന്റ് കളിച്ച ടൂർണമെന്റ്സിൽ സെമി ഫൈനലോ ഫൈനലോ കളിച്ചിട്ടുണ്ട്. അവർക്ക് പക്ഷെ കപ്പ് കിട്ടിയിട്ടെന്നേ ഉള്ളൂ. ഒരു നോക്കൌട്ട്സ് രണ്ടെണ്ണവും ഇന്ത്യനെ തോൽപ്പിച്ചിട്ടില്ല. WCL മറ്റേ അതിലും ധോണി റൺഔട്ടായി. അതല്ല നമ്മളെ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിലും മറ്റേ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇവരെ ഒന്നുമില്ലാറില്ല. ഇന്ത്യൻ ന്യൂസിലൻഡ് അതുകൊണ്ടൊക്കെ ആ ഇങ്ങോട്ട് ഇരുന്ന വേൾഡ് കപ്പിൽ വെച്ചിട്ട് റൺഔട്ട് അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ കണക്ക് ഇവർക്ക് തീർക്കാനുണ്ട് പറഞ്ഞ. അതിനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇതിനെ കണക്കാക്കേണ്ടത്. അവർക്കും അവര് നമ്മൾ ഒരിക്കലും അവര് എനിക്കോട് നമ്മ ഓപ്പോസിറ്റ് നിൽക്കാൻ പറഞ്ഞ ഏറ്റവും നല്ല ടീം ആദ്യത്തെ ന്യൂസിലൻഡ് തന്നെയാണ്. ഇന്ത്യ എത്രത്തോളം ഡെപ്തുള്ള ടീമാണോ അതേപോലെ ഭയങ്കര ബാലൻസ്ഡ് മെയിൻ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് എല്ലാ സൈഡും. അവർക്ക് പ്രശ്നം വെച്ചാൽ അവരുടെ ഓപ്പണേഴ്സ് ഫോമില. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓപ്പണേഴ്സ് എല്ലാ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാറ്റ്സ്മാർ സെഞ്ചുറി അടിച്ചിരിക്കുന്ന ന്യൂസിലൻഡ് 5 സെഞ്ചുറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 5 സെഞ്ചുറി വന്നിട്ടുള്ളത് നല്ല കളിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് വെറുതെ അബദ്ധത്തിലൊന്നും അടിച്ചു വരുന്നൊന്നുമല്ല. അവര് കറക്റ്റ് കളി കൊണ്ടുപോയിട്ട് ലാസ്റ്റത്തെ 10 ഓവർ അല്ലെ 5 ഓവറിൽ മറ്റേ ഫിലിപ്സ് വന്ന് കളി. അതാണ് അവരുടെ ഗെയിം പ്ലാൻ. അതുപോലെ അവരെ ബോളേഴ്സും അവരെ സ്പിന്നേഴ്സും ഉണ്ട്. അവർക്ക് ഇന്ത്യനെ പോലെ തന്നെ നല്ല ഗുഡാണ് അവരെ സ്പിന്നേഴ്സ്. കാര്യം മെയിൻ സാധനം നമ്മുടെ സാറ്റ്ലറാണ് മെയിൻ. അവരെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ ഓൾറൗണ്ടേഴ്സ്, നമ്മുടെ അക്സർ പട്ടേൽ, ജഡേജ, ഇവര് രണ്ടുപേരും സ്പിൻ ബോളേഴ്സും ആണ്. എന്നാൽ അതുപോലെ നല്ല ബാറ്റ്സ്മാൻ സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു മാച്ച് ലീഗ് സ്റ്റേജിലെ മാച്ചിൽ രവീന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, അത് ശരിക്കും നിർണായകമായിരിക്കും. ആ ഒരു ബാറ്റ്സ്മാൻ കൂടെ ബാറ്റിങ്ങും ബോളിംഗും ഉണ്ട്. ആ സ്പിൻ ബോളറുമാണ് ബാറ്റ്സ്മാനും ആണ്. അതൊരു ലീഗ് വരുമ്പോ ഫൈനലിലേക്ക് ചേഞ്ച് വരും. ഇന്ത്യയുടെ അതേ സ്ട്രെങ്ത് ഉള്ള ടീമാണ്. ഇന്ത്യക്കെതിരെ പുള്ളി കളിക്കാനുള്ള സാധ്യത. അവരുടെ പിന്നെ വേറെ പ്ലസ് പോയിന്റ് വെച്ചാൽ ഈ ഇവരല്ല അവരുടെ ടോപ്പ് ഓർഡർ ഫുള്ള് രവീന്ദ്ര, ടോപ്പ് ഓൺ കോൺവേ. അപ്പൊ ടോപ്പ് ഓൺ കോൺവേ കളിക്കാൻ അറിയത്തില്ല. മറ്റേ വില്യങ് ആയാലും നമ്മുടെ കെയ്ൻ വില്യംസൺ ആയാലും ഡാരൽ മിച്ചൽ ആയാലും ഇവരെല്ലാം സ്പിന്നിന് അസാധ്യമായിട്ട് കളിക്കുന്നത്. നമുക്കറിയാലോ അവര് ഈ രജൻ രവീന്ദ്ര, ഡെവൺ കോൺവേ, ഡാരൽ മിച്ചൽ ഒക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലെയറാണ്. അവർ എന്തുകൊണ്ട് ചെന്നൈ പിക്ക് ചെയ്യാൻ തന്നെ കാരണം വെച്ചാൽ അവർ സ്പിൻ അത്രയ്ക്കും നന്നായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സ് ആയതുകൊണ്ടാണ് അവർ ഈ കളി അവരെ പിക്ക് ചെയ്യാൻ തന്നെ കാരണം. അപ്പൊ ഈ കളി നടക്കുന്ന പിച്ചില്ലേ
അത് ആ spinner- പിച്ച് നമ്മുടെ ചെന്നൈ ചെപ്പോക്ക് പിച്ചിനോട് ഏറ്റവും അല്ലല്ല സാധ്യത ആദ്യത്തെ പിച്ച് ഉണ്ടല്ലോ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നടന്ന ഈ കളി മാച്ച് നടന്ന പിച്ച് പിച്ചിലാണ് ആ final പിച്ചിലാണ് ഫൈനൽ അതെ, നടക്കുന്നത് ആ report pitch ഉണ്ടായത്. ഉണ്ടായിരുന്നു. ചെന്നൈയുടെ ചെന്നൈയുടെ ചെപ്പോക്ക് ചെപ്പോക്ക് പിച്ചിനോട് സാമ്യം ഏറ്റവും സാമ്യമുള്ള ഉണ്ടായിരുന്നു. പിച്ച. അതുകൊണ്ട് കളി എന്തായാലും അപ്പൊ നല്ല ടോസിന് ഒരു പ്രാധാന്യം കാണും തോന്നുന്നു. നല്ല ഇമ്പോർട്ടൻസ് ആണ് ടോസിന്. നമ്മള് ഇപ്പൊ പറയും അവര് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ടെങ്കിലും ആ ടോസ് അങ്ങനെ നമ്മളങ്ങനെ ready ആണ്. നമുക്ക് എല്ലാ കളിയിലും ടോസ് കിട്ടിയില്ല ഒന്നാമത്തെ പക്ഷെ കാര്യം ഫൈനൽ ടോസ് ഇട്ട് നോക്കിക്കോ ടോസ് അല്ല, കിട്ടിയാൽ രോഹിത് ഇന്ത്യ ശർമ്മ ബാറ്റ് ചെയ്യണം. രോഹിത് ശർമ്മ ഇത് പറയുമ്പോഴും പുള്ളിയുടെ ഉള്ളിൽ കാണും കാണും ഒരു ടോസ് ആഗ്രഹം. മാച്ചായി ടോസ് ടോസ് ഇട്ട് പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ അത് വേൾഡ് റെക്കോർഡ് ആവുമെന്ന് വെച്ചാൽ അത് ഈ പിച്ചിന്റെ കിട്ടാൻ കണ്ടീഷൻ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൊക്കെ സത്യം. മെയിൻ ആയിട്ടും ടോസ് ഒരു ഇമ്പോർട്ടന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെ. അത് നോക്കൌട്ട് ഗ്രൗണ്ടിൽ ഒരു ഫൈനല് അതെ. ടോസ് ഒരാഴ്ച ഫസ്റ്റ് tournament ബാറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അതായിരിക്കും എല്ലാ ക്യാപ്റ്റന്മാരും ഇപ്പൊ രോഹിത് ശർമ്മ ആയാലും മിച്ചൽ സാൻഡർ ആയാലും സാറ്റ്നർ എല്ലാം ആഗ്രഹിക്കുന്നത്. സാറ്റ്നർ നമ്മൾ പറയുന്നത് പുള്ളി ബോൾ ചെയ്യുന്നത് നമ്മൾ ഭയങ്കര ടഫാണ് പുള്ളിയെ കളിക്കുക. അവര് 10 ഓവറിൽ സാറ്റിനയുടെ 10 ഓവറിൽ വിക്കറ്റ് പോകാൻ നോക്കും അത്രേ ഉള്ളൂ. വേറെ അപ്പൊ തന്നെ പകുതി ബോൾ ഇന്ത്യ പെട്ടെന്ന് കയ്യിലേക്ക് വരും കളി. സ്ലോ എറിഞ്ഞുകൊണ്ട് ഇന്ത്യ കളിച്ച അങ്ങനെയാണല്ലോ അവരുടെ സ്പിന്നേഴ്സിനെ മാക്സിമം അറ്റാക്ക് ചെയ്യേണ്ട നോക്കാം. അതാ പിന്നെ കളിക്കുമ്പോഴും പറയുന്നത് അത് തന്നെ. കോഹ്ലി അടക്കമുള്ള ആൾക്കാർ പറയുന്നത് മാക്സിമം അറ്റാക്ക് ചെയ്യാതെ നമ്മള് സ്കോർ ബാറ്റിംഗ് ആണെന്ന് വെച്ചാൽ ശർമ്മര ബാറ്റിംഗ് എത്ര റൺ വരും എന്നനുസരിച്ചായിരിക്കും കളി. നമുക്ക് Starting കൂടുതൽ സ്റ്റാർട്ടിംഗ് starting ല് ശുഭ്മാൻ ഫോം ആവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ഇന്ത്യക്ക് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ Starting നല്ല ഇന്ത്യക്ക് starting നല്ലൊരു തുടക്കം ബാറ്റിംഗ് ആണെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആ സ്കോർ നാളെ എന്തായാലും നല്ല തീപ്പൊരി ഫൈനലോട്ട് നല്ലൊരു ഫൈനലാണ്. കാര്യം നമുക്കൊരു എന്താ പറയാ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ ജയിക്കണം തന്നെയാണ് ഒരു 100% ആഗ്രഹം. 100%. പക്ഷേ ഇതില് ഇന്ത്യക്കാനായി പോയിട്ടും ഇന്ത്യ നല്ല പക്ഷെ ഇതിലൊരു ഞാൻ കണക്കൂട്ടുന്ന ഒരു 40-60% ചാൻസസ് ഞാൻ വെക്കുന്നുള്ളൂ. അതെ 60% ഇന്ത്യക്കും 40% ന്യൂസിലാൻഡിനും എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വെക്കുന്നത്. അല്ലാതെ ഒരു മാരകമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും കാണാൻ പറ്റും. നല്ലൊരു മത്സരമായിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും എന്തായാലും നാളത്തെ മത്സരം അത് ICCയുടെ നല്ലൊരു ടൂർണമെന്റ്. ന്യൂസിലാൻഡിന് വേറെ ഡ്രോബാക്ക് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ പറയാ അവരുടെ കഴിഞ്ഞ ലാസ്റ്റ് ലീഗ് മാച്ചിൽ അവർക്ക് നമുക്ക് നന്നായിട്ട് ബോൾ ചെയ്ത അവരുടെ മെയിൻ ബോളാണ് മിച്ചൽ ഹെൻറി അല്ല ഹെൻറിക്ക് പരിക്കണം. ഹെൻറിക്ക് പരിക്കണം. അപ്പം പുള്ളിക്കാരൻ കൺഫേം ആക്കിയിട്ടില്ല. കൺഫേം ചെയ്തിട്ടില്ല. 5 വിക്കറ്റാണ് പുള്ളിക്ക്. അത് ഈ ടൂർണമെന്റിലെ ടോപ്പ് വിക്കറ്റ് വിക്കറ്റ് ആളാണ് ടോപ്പ് വിക്കറ്റ്. അത് ഇന്ത്യക്ക് ഒരു 5 വിക്കറ്റ് ഇട്ടാണ്. അത് ഈ ന്യൂസിലൻഡിന്റെ അഡ്വാൻസ് ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളേഴ്സും സ്പിന്നേഴ്സും രണ്ടൊരു ഫോമിലാണ്. ഇന്ത്യക്കും കുഴപ്പമില്ല. ഇന്ത്യ 11 എന്തെങ്കിലും ചേഞ്ച് വരുന്നു നമ്മളെ ഈ ലാസ്റ്റ് ഇത് പറയുന്നത് ഇപ്പൊ ന്യൂസിലൻഡിന്റെ ഷമി ബോൾ ചെയ്ത നല്ല ഷമിയും പാണ്ഡ്യൻ തന്നെ പവർ പ്ലെയർ ആയിരിക്കും. പിന്നെ നമ്മളിത് കുറച്ചും കൂടെ ഈ ന്യൂസിലൻഡിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അറിയുന്ന കാര്യങ്ങളായത് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഷമി ഇടയ്ക്ക് ഫസ്റ്റ് സ്പെല്ല് കഴിഞ്ഞിട്ട് മാറ്റി നിർത്തിയതിന് ശേഷം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ വിട്ടുപോയൊരു കാര്യം, രോഹിത് ശർമ്മ അസാധ്യമായിട്ടാണ് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നത്. കാര്യം പുള്ളി കറക്റ്റ് ആയിട്ട് ബോളേഴ്സിനെ ഷിഫ്റ്റ് ചെയ്ത് എറിയിക്കുന്നു. നമ്മൾ നോക്കിയാൽ സ്പെല്ലിനനുസരിച്ച് വിക്കറ്റുകൾ വരുന്നുണ്ട്, മാറ്റങ്ങൾ കറക്റ്റ് വരുന്നുണ്ട്. പുള്ളി അതാ ഷമിയെ കഴിഞ്ഞ വട്ടം കൊണ്ടുവന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് രണ്ട് ടീമിനും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫീൽഡിൽ മികച്ചു നിൽക്കുന്നത് ന്യൂസിലാൻഡാണ്. ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഏത് ടീമിലും ഒരു 10 നമ്മൾ എടുക്കുന്നതിൽ ഒരു 20-30 റൺ അവരെന്തായാലും കുറച്ചെടുക്കും. തീർച്ചയായിട്ടും അവരുടെ ഫീൽഡിങ് അസാധ്യമാണ്. എല്ലാവരും ക്യാച്ച് എടുക്കുന്നതായാലും തത്തുല്യമായിട്ടുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു നല്ലൊരു ഫൈനൽ കാണാം നമുക്ക് എന്തായാലും. നാളത്തെ വാശേരിയ ഫൈനലിൽ എന്തായാലും ഇന്ത്യ ജയിക്കട്ടെ. അതെ, ഇന്ത്യ വിജയിക്കുക. നമ്മുടെ കിങ്ങും ഹിറ്റ്മാനും ജഡേജ അടക്കമുള്ള ആൾക്കാർക്ക് നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് വലിയൊരു ആഗ്രഹമാണ്. ഇന്ത്യനെ നമ്മൾ ആദ്യം തന്നെ പ്രഡിക്ട് ചെയ്തു ഫൈനലിലേക്ക്. അത് ഇന്ത്യ വന്നേം ചെയ്തു, അതുപോലെ ന്യൂസിലാൻഡും വന്നു. ഇനി കപ്പും ഇന്ത്യ തന്നെ ഉയർത്തട്ടെ. ഓക്കെ, അപ്പൊ എല്ലാം ഇന്ത്യയുടെ കയ്യിലേക്ക് ഫൈനൽ കഴിഞ്ഞാണ് തീർച്ചയായിട്ടും.